العالمين والصلاة والسلام على أشرف المرسلين والعاقبة المتقين وعلى آله وصحبه أجمعين أما بعد. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പവിത്രമാക്കപ്പെട്ട മാസത്തിൽ പവിത്രമായ ദിവസത്തിൽ അല്ലാഹുവിന്റെ ഭവനത്തിൽ വെള്ളിയാഴ്ച ജുമുഅക്ക് ഒരുമിച്ച് കൂടാൻ അല്ലാഹു നമുക്ക് ഭാഗ്യം ചെയ്തു. അല്ലാഹു നമ്മിൽ നിന്ന് കബൂൽ ചെയ്ത് അനുഗ്രഹിക്കട്ടെ. അതുപോലെ തന്നെ ഇനിയും ധാരാളം വെള്ളിയാഴ്ചകളിൽ അല്ലാഹുവിന്റെ ഭവനത്തിൽ വന്നുകൊണ്ട് ഇത്തിഖാഫിന്റെ നിയ്യത്തുമായി ജുമുഅയിൽ സംബന്ധിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഇതിന്റെയൊക്കെ മിഥ്ല സവാബിനെ നമ്മിൽ മൺമറഞ്ഞു പോയ കുടുംബാദികൾ, അയൽവാസികൾ, സ്നേഹിതന്മാർ, നമ്മളുമായി ബന്ധപ്പെട്ട മറ്റു മുഅ്മിനീങ്ങളിലൊക്കെ അല്ലാഹു എത്തിച്ചു കൊടുക്കട്ടെ. അവരുടെ ഖബറിടം കണ്ടെത്താ ദൂരത്തോളം വിശാല നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, അള്ളാഹു ആദരിച്ച് ബഹുമാനിച്ച് അള്ളാഹുവിന്റെ മാസമെന്ന് നമ്മെ പരിചയപ്പെടുത്തിയ ഷഹ്റു റജബിന്റെ ഫസ്റ്റ് പാർട്ട് നമ്മളിൽ നിന്ന് അവസാനിച്ചു. ഇന്ന് റജബ് 16 രണ്ടാമത്തെ പകുതിയിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ്. നമുക്കറിയാം, റജബ് മാസം എന്നുള്ളത് പരിശുദ്ധമാക്കപ്പെട്ടതായ ശഅബാനിന്റെയും റമദാനിന്റെയും കവാടമാണ്. ആ കവാടത്തിലൂടെ പരിശുദ്ധമാക്കപ്പെട്ട റമദാനിൽ നമുക്ക് തയ്യാറാക്കിയ റയ്യാൻ എന്ന കവാടത്തിലൂടെ സ്വർഗപ്രവേശനം നമുക്ക് ലഭ്യമാവണമെന്നുണ്ടെങ്കിൽ ഈ പവിത്രമാക്കപ്പെട്ടതായ ഈ കവാടം വിട്ടുകിടക്കാൻ നമുക്ക് സാധ്യമാവണം. അതിനുള്ള വഴി നമ്മളാൽ കഴിയുന്ന നന്മയെല്ലാം ചെയ്തുകൊണ്ട്, കഴിവിന്റെ പരമാവധി എല്ലാവിധ തെറ്റുകുറ്റങ്ങളിൽ നിന്നും മാറി നിന്നുകൊണ്ട്, എല്ലാം അല്ലാഹുവിലേക്ക് തവസ്സുൽ ചെയ്തുകൊണ്ട്, എല്ലാ പ്രതീക്ഷകളും അല്ലാഹുവിലേക്ക് സമർപ്പിച്ചുകൊണ്ട് നാം ഇന്നലെ വരെ എങ്ങനെയായിരുന്നോ അതിനെല്ലാം മാറ്റത്തിരുത്തലുകൾ വന്നുകൊണ്ട് നമ്മുടെ വാക്കിലും പ്രവൃത്തിയിലും നമ്മളുമായി ബന്ധപ്പെട്ട എല്ലാ മേഖലയിലും അല്ലാഹുവിന്റെ കണ്ണുണ്ടെന്ന, അല്ലാഹുവിന്റെ CCTVക്ക് മുമ്പിലാണ് നമ്മുടെ ജീവിതം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് എല്ലാ പ്രവർത്തനവും ആരിൽ നിന്ന് മറഞ്ഞു ചെയ്താലും, ആരിൽ നിന്ന് ഒളിഞ്ഞു ചെയ്തു കഴിഞ്ഞാലും, നാട്ടുകാരിൽ നിന്നും, മക്കളിൽ നിന്നും, ഭാര്യ സന്താനങ്ങളിൽ നിന്നും, നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിൽ നിന്നുമൊക്കെ നമുക്ക് മറച്ചു വെക്കാം. പക്ഷേ റബ്ബിന്റെ മുമ്പിൽ ഒളിച്ചു വെക്കാൻ നമുക്കൊന്നുമില്ല. അല്ലാഹു നമ്മുടെ എല്ലാ കാര്യങ്ങളും തിരിച്ചറിയുന്നുള്ള ബോധം നമുക്ക് വേണം. അതോടൊപ്പം തന്നെ തെറ്റ് സംഭവിച്ചാൽ ആ തെറ്റിൽ നിന്ന് പൂർണ്ണമായി മുക്തമാവാനും അല്ലാഹു പുറത്തു തരും. അല്ലാഹു ഗഫൂറാണ്, റഹീമാണ്. എല്ലാം റബ്ബിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ആ പ്രതീക്ഷയോടെ നാം മുന്നോട്ട് പോകണം. ഒരിക്കലും നിരാശ നമുക്കുണ്ടാവാൻ പാടില്ല. ഏത് പ്രതിസന്ധി ഘട്ടത്തിലും അല്ലാഹു പരിഹാരം തരുമെന്ന ശുഭാപ്തി വിശ്വാസം നമുക്കുണ്ടാവണം. മനുഷ്യന് മുന്നോട്ട് ചലിക്കുന്ന ഊർജ്ജമാണ് പ്രതീക്ഷ എന്നുള്ളത്. നമ്മുടെ ഏതൊരു വിഷയം എടുത്ത് നോക്കിയാലും വലിയ പ്രതീക്ഷയോടുകൂടിയാണ് ഈ ദുനിയാവിൽ നമ്മൾ ജീവിക്കുന്നത്. അല്ലാഹു നാം പ്രതീക്ഷിച്ചതുപോലെ നമ്മൾ കരുതിയ കാര്യങ്ങൾ മുന്നോട്ട് ഗമിച്ചോളണമെന്നില്ല. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല കണക്കാക്കിയതെന്തോ അത് മുഴുവൻ നമുക്ക് ലഭ്യമാകും. എങ്കിലും പ്രതീക്ഷയോട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ രാവിലെ പകലാക്കാൻ നമുക്ക് സാധ്യമാകും. പ്രതീക്ഷയില്ലാത്തവൻ ജീവനുണ്ടവനും ജീവനില്ലാത്തവരെ പോലെയാണ് എന്ന് മഹാന്മാർ നമ്മെ പഠിപ്പിക്കുകയാണ്. ചെയ്തു കൂട്ടിയ പാപങ്ങളെ ഓർത്തുകൊണ്ട് ഒരിക്കലും നമ്മൾ നിരാശപ്പെടേണ്ടതില്ല. ഞാനൊക്കെ ദുആ ചെയ്തിട്ട് എന്ത് കാര്യം, ഞാൻ ചെയ്ത പാപങ്ങൾ ഓർക്കുമ്പോ ഒരിക്കലും എനിക്ക് രക്ഷയില്ല എന്നുള്ള ചിന്ത നമുക്കുണ്ടാവാൻ പാടില്ല. മറിച്ചോ, തെറ്റ് എന്നുള്ളത് മനുഷ്യ സഹജമാണ്, സംഭവിക്കാം. നമ്മൾ ആരും അല്ലാഹുവിന്റെ പ്രവാചകന്മാരല്ല. അല്ലാഹു ആദരിച്ച് ബഹുമാനിച്ച ഔലിയാന്റെ പദവിയിലേക്ക് എത്തിയിട്ടില്ല. സ്വർഗ്ഗവും നരകവും തെറ്റും ശരീരമൊക്കെയും മനുഷ്യന് വേണ്ടിയിട്ടാണ് അല്ലാഹു സൃഷ്ടിച്ചിട്ടുള്ളത്. അതുകൊണ്ട് നമുക്ക് തെറ്റ് സംഭവിക്കും. ആ തെറ്റ് സംഭവിക്കുമ്പോ അതിൽ നിന്നും മാറി നിൽക്കുവാനും അല്ലാഹുവിലേക്ക് എത്തിച്ചു മടങ്ങുവാനാണ് നമ്മൾ പരിശ്രമിക്കേണ്ടത്. അല്ലാതെ ഒരിക്കലും ആശം മുറിയരുതെന്ന് പരിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നുണ്ടോ? പരിശുദ്ധ ഖുർആനിലെ സുമർ സൂറത്തിൽ 53-ാമത്തെ ആയത്ത്, ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫൂ അലാ അൻഫുസിഹിം ലാ തഖ്നതു മിൻ റഹ്മത്തില്ലാഹ്. ഇന്നത്തെ ഖുതുബയിൽ ഓതിയ ആയത്താണ്. അങ്ങ് പറയണം. ആരോട് പറയണം? യാ ഇബാദിയല്ലദീന, എന്റെ ഇബാദികളായ എന്റെ ദാസന്മാരോട് നബിയെ തങ്ങൾ പറയുന്നു. വിശുദ്ധ ഖുർആനിന്റെ അധ്യാപനമാണ്. അസ്രിഫു അലാ അൻഫുസിഹിം, സ്വന്തം ശരീരത്തോട് അതിക്രമം കാണിച്ചതായ, തെറ്റിൽ മുഴുകിക്കൊണ്ട് ജീവിച്ചതായ മനുഷ്യരോട് പറയണേ, ലാ തഖ്നതു മിൻ റഹ്മത്തില്ലാഹ്, നിങ്ങൾ
അല്ലാഹുവിന്റെ കാരുണ്യത്തെ നിങ്ങൾ ആശ മുറിയരുത്, നിരാശരാവരുത്. കാരണം എന്താ? എത്ര വലിയ പാപം ചെയ്തവനും പൊറുത്തപ്പെട്ടു കൊടുക്കാൻ കഴിവുള്ളവനാണ് അല്ലാഹ്. ഇന്നഹുൽ ഗഫൂറുർ റഹീം. അല്ലാഹു ഗഫൂറുർ റഹീമാണ്. എല്ലാ പാപങ്ങളും പൊറുക്കുന്നവൻ അല്ലാഹുവാണ്. അല്ലാഹു നമ്മോട് കൂടെയുണ്ടെന്ന് നമ്മൾ മറക്കരുത്. ഏത് സമയം അല്ലാഹു നമ്മുടെ മുമ്പിലുണ്ട്. കണ്ണനാടിയേക്കാൾ അല്ലാഹു നമ്മളോട് സമീപസ്ഥനാണ്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു നമ്മെ ഉണർത്തുന്നു, വലഖദ് ഖലഖനൽ ഇൻസാൻ. തീർച്ചയായും മനുഷ്യനെ സൃഷ്ടിച്ച നമ്മളാണ്. നാം അറിയുന്നുണ്ട് ഓരോ ശരീരവും ഓരോ മനസ്സും മന്ത്രിക്കുന്നതെന്തോ അത് മുഴുവനും അല്ലാഹു അറിയുന്നുണ്ട്. നമ്മുടെ മനസ്സിൽ എന്ത് ചിന്തിക്കുന്നുണ്ടോ അത് മുഴുവൻ അറിയുന്നുണ്ടോ. വനഹനു അഖറബു ഇലൈഹി മിൻ ഹബ്ലിൽ വരീദ്. കണ്ടനാടിയേക്കാൾ അല്ലാഹു നമ്മോട് അടുത്തിട്ടുണ്ടെന്ന് പരിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് എല്ലാം റബ്ബിലേക്ക് സമർപ്പിക്കുക. എല്ലാ റബ്ബ് അറിയുന്നുണ്ട്. ശരി ആരുടെ ഭാഗത്താണ്, തെറ്റ് ആരുടെ ഭാഗത്താണ്. നാം ചെയ്യുന്നതിൽ നിന്ന് നന്മയായ കാര്യങ്ങൾ എന്തൊക്കെ, നമ്മൾ തിന്മയായ കാര്യങ്ങൾ എന്തൊക്കെ. മറ്റുള്ളവർക്ക് മുമ്പിൽ ലോകമാന്യനാവാൻ നമുക്ക് സാധ്യമായേക്കാം. പക്ഷേ റബ്ബിന്റെ കോടതിയിലെത്തുമ്പോ ഇതൊക്കെയും നമുക്ക് ചോദ്യചിഹ്നങ്ങളായിട്ട് നമ്മുടെ മുമ്പിൽ വരും. അതുകൊണ്ട് തന്നെ എല്ലാ റബ്ബ് കാണുന്നുണ്ട്. എന്റെ റബ്ബ് അറിഞ്ഞിട്ടുണ്ട് ഞാൻ ചെയ്ത പാപങ്ങൾ. അത് അല്ലാഹുവിലേക്ക് ഖേദിച്ച് മടങ്ങാൻ രണ്ട് കരങ്ങൾ ഉയർത്തിക്കൊണ്ട് ദുആ ചെയ്തുകൊണ്ട് പങ്കിലമായ ഹൃദയത്തെ തസ്കിയത്തുൽ ഖുലൂബ് നടത്തിയിട്ട് ശുദ്ധമായ ഹൃദയത്തിന്റെ ഉടമകളായി മാറാൻ അല്ലാഹു നമുക്ക് അതിന് നൽകിയ 2 മാസമാണ് പരിശുദ്ധ റജബ്, പരിശുദ്ധ ശഅബാൻ എന്നുള്ളതും. ഈ 2 മാസവും കഴിവിന്റെ പരമാവധി എല്ലാ പാപങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കണം. മാത്രമല്ല ഈ മാസങ്ങളിൽ ചെയ്യുന്ന കർമ്മങ്ങൾക്ക് അല്ലാഹു ഏറെ മഹത്വം കൽപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ മാസം നാം ചെയ്യുന്നതായ തിന്മകൾക്ക് ഏറെ ഇരട്ടി ശിക്ഷയും നമുക്ക് ലഭ്യമാകും. ഗൗരവമേറിയതാണ് നമ്മൾ മനസ്സിലാക്കണം. റബ്ബിലേക്ക് കരങ്ങൾ ഉയർത്തുക, റബ്ബിനോട് പറയുക, പക്ഷേ തമ്പുരാനെ സംഭവിച്ചു പോയി, എല്ലാം പുറത്തു തരണം. ആ റബ്ബ് നമുക്ക് പുറത്തു തന്നാൽ പിന്നെയൊന്നും നമുക്ക് ഭയപ്പെടാനില്ല. മാത്രമല്ല നമ്മൾ അല്ലാഹുവിന്റെ ദർബാറിലേക്ക് കരങ്ങൾ ഉയർത്തുമ്പോ നമ്മൾ എന്ത് ചോദിച്ചാലും അതിന് ഉത്തരമുണ്ട്. ഒരു മുസൽമാൻ അല്ലാഹുവിന്റെ മുമ്പിലേക്ക് കരങ്ങൾ നീട്ടിയിട്ട് അവന് ഉത്തരം ലഭിക്കാതിരിക്കില്ലെന്ന് ഹബീബായ ത്വഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. മഹാനായ ഉബൈദ് സാമിത് റളിയല്ലാഹു അൻഹു ഹദീസിൽ കാണാം, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിക്കുന്നു, മാ അലൽ അർളി മുസ്ലിമിൻ യദഉല്ലാഹ ബിദഅവത്തിൻ ഇല്ലാ അതാ അല്ലാഹ്. ഒരു മുസ്ലിമായ മനുഷ്യൻ അല്ലാഹുവിലേക്ക് ദുആ ചെയ്യാൻ വേണ്ടിയിട്ട് 2 കരങ്ങൾ ഉയർത്തിയാൽ അവർക്ക് അല്ലാഹു ആ ദുആ സ്വീകരിക്കാതിരിക്കില്ല. അല്ലാഹു സ്വീകരിക്കുമെന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ്. എന്നാൽ 3 രൂപത്തിലാണ് അല്ലാഹു സ്വീകരിക്കുക. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ഇല്ലാ അതാഹു അല്ലാഹു വഇയ്യാഹ. എന്താണോ അല്ലാഹുവിനോട് അവൻ ചോദിച്ചത് ആ ചോദിച്ചത് അല്ലാഹു അതുപോലെ അവന് നൽകലാണ്. അതല്ലെങ്കിലോ മറ്റൊന്നോ അവല്ലെങ്കിലോ സറബഅന മിൻ സൂഇനതിഹാ മലയദഉ ബിമഗ്തമി. അല്ലാഹു ചോദിച്ചത് നൽകില്ല, മറിച്ചോ അല്ലാഹു അവന് കണക്കാക്കിയതായ ഒരുപാട് വിപത്തുകളുണ്ട്, മുസീബത്തുകളുണ്ട്, ബലാകളുണ്ട്, രോഗങ്ങളുണ്ട്, വിഷമങ്ങളുണ്ട്, പ്രയാസങ്ങളുണ്ട്, ബുദ്ധിമുട്ടുകളുണ്ട്. ആ ബുദ്ധിമുട്ടുകൾ അല്ലാഹു അകറ്റി കൊടുക്കും. അതുമല്ലെങ്കിലോ ഔ യദഖിറ ലഹു മിനൽ അജ്രി മിത്ലിഹാ. അവൻ ചോദിച്ചതായ ആ ചോദ്യത്തിലുള്ള പ്രതിഫലം അല്ലാഹു ആഖിറത്തിലേക്ക് മാറ്റി വെച്ചിരിക്കുന്നു എന്ന് ലോകത്തിന്റെ നേതാവ്, ജീവിതത്തിൽ തമാശക്ക് പോലും കളവ് പറയാത്ത ഖാത്തിമുൽ അൻബിയാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് കിട്ടുന്ന സമയത്തൊക്കെയും കിട്ടുന്ന അവസരത്തിലൊക്കെയും ഒരു പ്രാർത്ഥന സദസ്സ് എവിടെയുണ്ടെങ്കിലും, പ്രത്യേകിച്ച് മുസ്ലിമീങ്ങളായ മനുഷ്യന്മാര് ഇന്ന് സ്വലാത്തും മജ്‌ലിസുകളും മറ്റുള്ളതായ അല്ലാഹുവിലേക്ക് കരങ്ങൾ ഉയർത്താൻ വേണ്ടി കിട്ടുന്ന സദസ്സുകൾ ഒരിക്കലും ഒഴിവാക്കാതെ അതെല്ലാം പങ്കെടുക്കാൻ നമ്മൾ സന്നദ്ധരാവണം. കാരണം ചിലപ്പോ നമ്മുടെ ദുആഇന് ഫലമില്ലെങ്കിലും, നമ്മുടെ ആമീനിന് ഫലമില്ലെങ്കിലും ഒരുപാട് ദുആഇന് ഇജാബത്തുള്ള ഒരുപാട് മനുഷ്യന്മാർ നമ്മുടെ കൂട്ടത്തിലുണ്ടാകും. അതിന്ന്
ഒരാട് ആമീന്റെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ കാര്യങ്ങൾ എളുപ്പമാവാൻ അത് കാരണമാകും. ഇനി ഈ ദുനിയാവിൽ നിന്ന് നമ്മുടെ കാര്യങ്ങൾ എളുപ്പമാക്കിയില്ലെങ്കിലും അവൻ ചെലവഴിച്ച ആ ദുആഇന് വേണ്ടി, പ്രാർത്ഥനയ്ക്ക് വേണ്ടി അവൻ ചെലവഴിച്ച ഓരോന്നിനും അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രതിഫലം നൽകുമെന്ന് ഹബീബായ ത്വഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. അദ്ദുആഉ സിലാഉൽ മുഅ്മിനാണ്. പ്രാർത്ഥന എന്ന വിശ്വാസത്തിന്റെ ആയുധമാണ്. പ്രാർത്ഥന കേൾക്കുമ്പോൾ അത് പ്രതീക്ഷ നൽകുന്നതാണ്. പ്രതീക്ഷയുള്ളവന് ആരാധനൊന്നും ഭാരമാകില്ല. അവൻ ഉറപ്പുപേക്ഷി രാത്രിയിൽ നിസ്കരിക്കും, ആഗ്രഹങ്ങൾ മാറ്റിവെച്ച് ആരാധനയിലേക്കും. കാരണം അവന് രക്ഷപ്പെടാൻ കൊതിയുണ്ട്. പ്രാർത്ഥിച്ചാൽ ദുആ ചെയ്ത അല്ലാഹു ഉത്തരം തരുമെന്ന പ്രതീക്ഷയുണ്ട്. എത്ര ചോദിച്ചാലും അല്ലാഹു മടക്കുകയില്ലെന്ന് അവന് ഉറപ്പുണ്ട്. ആ ഉറപ്പ് നമ്മുടെ ഹൃദയത്തിലേക്ക് വരുമ്പോഴേ നമ്മൾ യഥാർത്ഥ മുഅ്മിനീങ്ങൾ ഉൾപ്പെടാൻ കഴിയുള്ളൂ. കാരണം അല്ലാഹുവിന്റെ ഓരോ നാമം നമ്മൾ എടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ ആരാണ് അല്ലാഹു? ജീവിതത്തിൽ ഒരിക്കലും നിരാശ വേണ്ട. കാരണം അല്ലാഹു റഹ്മാനാണ്. നിങ്ങൾ പ്രയാസത്തിലാണോ? പേടി വേണ്ട. അല്ലാഹു റഹ്മാനാണ്. അല്ലാഹു നിങ്ങൾ പാപങ്ങൾ ചെയ്തിട്ടുണ്ടോ? തെറ്റ് നമ്മൾ സംഭവിച്ചു പോയിട്ടുണ്ടോ? എല്ലാം വെറുക്കുന്ന ഗഫ്ഫാറാണ് അല്ലാഹു. അതുപോലെ തന്നെ എന്ത് വലിയ അസുഖമാണെങ്കിലും അതെല്ലാം ശിഫ നൽകുന്നവൻ അല്ലാഹുവാണ്. അത് ശിഫ നൽകുന്ന ഷാഫിയാണ് അല്ലാഹു. അതുപോലെ തന്നെ പട്ടിണിയാണോ? അന്നം തരുന്ന റസാഖാണ് അല്ലാഹു. അതുപോലെ നമ്മൾ എത്ര ദാരിദ്ര്യത്തിലാണെങ്കിലും അതിന് സമ്പത്ത് നൽകുന്ന ഗനിയാണ് അല്ലാഹു. മാത്രമല്ല അല്ലാഹു വഹാബാണല്ലോ. എത്ര കഷ്ടപ്പാടിലാണ് നമ്മൾ ജീവിക്കുന്നതെങ്കിലും ആ കഷ്ടപ്പാടിൽ നിന്നെല്ലാം അല്ലാഹു വാരിക്കോരി കൊടുക്കുന്ന വഹാബല്ലേ അല്ലാഹു. ഇങ്ങനെ അല്ലാഹുവിന്റെ 99 നാമങ്ങൾ നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ അത് മുഴുവൻ നമുക്ക് പ്രതീക്ഷ നൽകുന്നതാണ്. അല്ലാഹുവിന്റെ ഓരോ നാമങ്ങളും പ്രതീക്ഷകളാണ് നമുക്ക് സമ്മാനിക്കുന്നത്. ഏത് പ്രതിസന്ധിയിലും പതറാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് സാധ്യമാകണം. അല്ലാഹു നമുക്ക് ഇതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അല്ലാഹുവിന്റെ കരങ്ങൾ ഉയർത്തി കഴിഞ്ഞാൽ അല്ലാഹു ഇതിന് ഉത്തരം നൽകും. ആ കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം അത് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് നൽകിയ വാഗ്ദാനമാണ്. അതുകൊണ്ട് പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, വിലപ്പെട്ട സമയങ്ങളാണ് നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുന്നത്. ഏതൊരു മനുഷ്യനും മുസ്ലിമാവട്ടെ, കാഫിറാവട്ടെ, ആണാവട്ടെ, പെണ്ണാവട്ടെ, വെളുത്തവനാവട്ടെ, കറുത്തവനാവട്ടെ, പാവപ്പെട്ടവനാവട്ടെ, പണക്കാരനാവട്ടെ, ജോലിയില്ലാത്തവനാവട്ടെ, എല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപോലെ നൽകിയ അനുഗ്രഹമാണ് സമയം എന്നുള്ളത്. അന്യമത്താനി മഗ്ബൂബാൻ അക്സറു മിനൻ നാസ്. രണ്ട് അനുഗ്രഹങ്ങൾ അല്ലാഹു നമുക്ക് നൽകിയതിൽ അധിക മനുഷ്യന്മാരും വഞ്ചിതരാണ്. അതൊന്ന് സിഹത്ത്, നമ്മുടെ ആരോഗ്യമാണ്. മറ്റൊന്ന് അൽ ഫറാഗ്, നമുക്ക് ലഭിക്കുന്ന ഒഴിവ് സമയങ്ങളാണ്. കഴിവിന്റെ പരമാവധി ഒഴിവ് സമയങ്ങൾ കണ്ടെത്തുവാനും ആ സമയത്ത് മുഴുവനും അല്ലാഹുവിലേക്ക് അടുക്കുവാനുള്ളതായ ദിക്റിലും സലാത്തിലും, പ്രത്യേകിച്ച് പരിശുദ്ധ റജബിലാണ് നമ്മളുള്ളത്. കഴിയുന്ന അത്രയും സലാത്തുകൾ ചെല്ലാൻ നമ്മൾ സന്നദ്ധരാവുക. എന്നിട്ട് അതിനുശേഷം അല്ലാഹുവിലേക്ക് കരങ്ങളിൽ ദുആ ചെയ്യുക. കഴിവതും സുന്നത്താക്കപ്പെട്ടതായ സൂറത്തുകൾ പതിവാക്കുക. അതുപോലെ തന്നെ സുന്നത്ത് നമസ്കാരങ്ങൾ പതിവാക്കുക. എല്ലാം ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത്, നമ്മുടെ നിയ്യത്ത് അനുസരിച്ചുകൊണ്ട് അല്ലാഹു എല്ലാം നമ്മളിൽ കബൂൽ ചെയ്യും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പരിശുദ്ധ റജബിൽ ധാരാളം നന്മകൾ ചെയ്യാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ധാരാളം സമ്പത്ത് അല്ലാഹു നൽകി. ആ സമ്പത്തിൽ നിന്ന് പാവപ്പെട്ട ആളുകൾ കണ്ടെത്തിക്കൊണ്ട് അവർക്ക് സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്ന അല്ലാഹു നമുക്ക് ഭാഗ്യം ചെയ്ത് അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ആരോഗ്യം കൊണ്ട് ക്ഷയിച്ചതായ രോഗങ്ങളെ കൊണ്ട് വിഷമിക്കുന്ന പല ആളുകളും നമ്മുടെ ആരോഗ്യം കൊണ്ട് ആർക്കെങ്കിലും ഉപകാരപ്പെടുമെന്നുണ്ടെങ്കിൽ ശാരീരികമായ ഉപകാരം ചെയ്തു കൊടുക്കാൻ, സമ്പത്തുള്ള സാമ്പത്തികമായ ഉപകാരം ചെയ്തു കൊടുക്കാൻ, ഇനി അതുമല്ലെങ്കിൽ മാനസികമായി എല്ലാവർക്കും വേണ്ടി ദുആ ചെയ്യാനുള്ളതായ സന്മനസ്സ് അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ജീവിക്കുന്ന കാലഘട്ടം അല്ലാഹുവിന്റെ ത്വാഅത്തിലും അല്ലാഹുവിന്റെ തൃപ്തിയുമായി ജീവിക്കാൻ നമുക്ക് ഏവർക്കും അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഈ പരിശുദ്ധ റജബ് അനുകൂലമായി സാക്ഷ്യം വഹിക്കുന്ന യഥാർത്ഥ മുത്തഖീങ്ങളിൽ അല്ലാഹു നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. വിശുദ്ധ റമദാൻ നമ്മളിലേക്ക് കടന്നു വരുമ്പോൾ ജനിച്ചു വീണ പിഞ്ചു പൈതലിനെ പോലെ ഹൃദയം ശുദ്ധീകരിക്കാൻ അല്ലാഹു നമുക്ക് ഭാഗ്യം ചെയ്ത് അനുഗ്രഹിക്കട്ടെ. ധാരാളം നന്മകൾ ചെയ്യാൻ ദിക്റിലും സലാത്തിലും നോമ്പിലുമായി മുഴുകാൻ അല്ലാഹു ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇൻഷാ അല്ലാഹ്